ഇന്നത്തെ വീഡിയോ നാവിൽ വെള്ളം മുറിക്കുന്ന ഒരു പഴയകാല വിഭവമായ തേങ്ങ ചേർക്കാത്ത മാങ്ങാ പുളിങ്കറിയുടെ റെസിപ്പിയാണ്. ഈ ഒരു കറി മാത്രം മതി, ഒരു പ്ലേറ്റ് ചോറ് തീരുന്ന വഴി പോലും അറിയത്തില്ലേ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട. ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ കറിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല നാടൻ മൂത്ത മാങ്ങ ആണ് വേണ്ടത്. അതുപോലെ തന്നെ വേണം ചെറിയ ഉള്ളി വേണം, എരിവിനാവശ്യമായ പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ടത്. നമുക്കിനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാവേ. ഈ മാങ്ങ പുളിങ്കറിക്ക് മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരെണ്ണം മതിയേ. പുളി കുറവാണെങ്കിൽ 2 എണ്ണം എടുക്കണേ. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണവേ. മീൻകറിയൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു നാടൻ കറിയാണ് ഈ മാങ്ങാപ്പുളിങ്കറി. ഇതിൽ നമ്മൾ ഒട്ടും തേങ്ങ ചേർക്കാതാണ് ഈ ഒരു കറി നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് ഈ കറിക്ക്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാനായിട്ട്. നമ്മളിത് വേവുന്ന സമയത്ത് നമുക്കിനി അരപ്പ് തയ്യാറാക്കാവേ. ഞാനിവിടെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ഞാനൊരു 5 കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. വലുതായതുകൊണ്ട് 5 എണ്ണമാണ്. അത് ഞാൻ കീറി ഇട്ടേക്കുന്നതാണ്. ചെറുതാണെങ്കിൽ ഒരു 10 അല്ലി കൊച്ചുള്ളി എടുക്കണവേ. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ് വേണ്ടത്. വറ്റൽമുളക് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാവേ. കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ എരിവ് അല്പം കുറഞ്ഞിരിക്കുവേ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അരവിൽ വേണേൽ നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഇതുപോലെ വറ്റൽമുളകും കൊച്ചുള്ളിയും കൂടെ അരച്ച് ഇതിൽ ചേർത്ത് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ. ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഈ കറിക്ക് യഥാർത്ഥ ടേസ്റ്റ് നൽകുന്നത്. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഇതുപോലെ ഉടഞ്ഞ് നമ്മൾ വെച്ച വെള്ളമെല്ലാം കുറച്ച് വറ്റി വരുവേ. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ച ആ ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാവേ. നല്ല രീതിയിൽ തന്നെ അതൊന്ന് യോജിപ്പിക്കണം. അതുപോലെ ആവശ്യത്തിന് നമുക്കിതിലേക്ക് വെള്ളവും ചേർത്ത് കൊടുക്കണവേ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കണവേ. ഉപ്പും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അഥവാ ഈ ഒരു കട്ടി മതിയെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ കൊച്ചുള്ളിയും വറ്റൽമുളകും ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുമ്പോൾ ഒന്നും കൂടെ അത് കുറുകി വരും. അന്നേരം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല ഉടഞ്ഞ മാങ്ങ ആയതുകൊണ്ട് നല്ലൊരു തിക്ക് ഗ്രേവിയിൽ തന്നെ ഇരിക്കും. അന്നേരം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു പാകത്തിന് വേണേൽ നമ്മൾ ഈ ഒരു മാങ്ങാപ്പുളിൻ കറിയുടെ കട്ടി എടുക്കേണ്ടത്. നല്ലതുപോലെ നമുക്കിനി കറിയൊന്ന് തിളപ്പിക്കണേ. ഒരു 2-3 തിള നല്ലതുപോലെ വരണം. നമ്മൾ അരച്ചു കൊടുത്ത ആ ഉള്ളിയുടെ കുത്തും ആ ഒരു മുളകിൻ്റെയൊക്കെ കുത്ത് മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ കറി തിളപ്പിച്ചെടുക്കണവേ. കറി നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് കടുക് താളിക്കൽ. അതുപോലെ തന്നെ വെളിച്ചെണ്ണ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഒഴിച്ചൊക്കെ നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂപ്പിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണവേ. ഇതാണ് ആ കറിയുടെ ടേസ്റ്റും കൂട്ടുന്നത്. ഈ അവസാനം നമ്മൾ താളിച്ചൊഴിക്കുന്നതും കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരുവേ. ഈ താളിപ്പ് നമ്മൾ ഈ കറിയിലോട്ട് ഒഴിക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ. ഇനി കുറച്ച് നേരം നമ്മൾ ആ ഒഴിച്ച് താളിപ്പ് ഒന്ന് ചൂടാറുമ്പോൾ മാത്രമേ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ആ താളിപ്പ് ആ ഒരു മണമല്ല അതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാവേ. അങ്ങനെ നമ്മുടെ നാടൻ മാങ്ങാപ്പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തേങ്ങ ചേർക്കാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാപ്പുളിങ്കറിയാണ് ഇത്. ചൂട് ചോറിലേക്ക് ഈ ഒരു കറി ഒഴിച്ചാൽ വേറൊരു കറി നിങ്ങൾക്ക് വേണ്ടി വരില്ലേ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പഴയകാല നാടൻ റെസിപ്പികളുമായി ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.